ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി നൈറ്റിയാണ്. അതായത് ഈ ഒരു നൈറ്റി നിങ്ങൾ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ ശരിക്കും പുറത്ത് ഇതിനുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഓൺലൈൻ ഷോപ്പുകൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നത് അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഷോപ്പുകൾ പോകുമ്പോഴുണ്ട് നൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 150 രൂപയ്ക്ക് നൈറ്റി കിട്ടും, 120 രൂപയ്ക്ക് നൈറ്റി തയ്ച്ചത് കിട്ടും, 200 രൂപയ്ക്ക് നൈറ്റി തയ്ച്ചു കിട്ടും. പക്ഷേ അത് എല്ലാ നൈറ്റിയും അതുപോലെ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഓക്കെ, തുണിയിൽ വ്യത്യാസം ഉണ്ടാകും, തയ്ക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതേ ഒരു കോട്ടൺ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നൈറ്റി ബിറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ല പ്രിൻ്റാണ്. 120-130 രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് വാങ്ങിക്കുന്ന നൈറ്റി ഒന്നും നല്ല പ്രിൻ്റ് ആയിരിക്കില്ല, വെള്ളമൊക്കെ കളറിൽ പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് XXL ആണ്. 7 ഇഞ്ച് ഷോൾഡർ, ഓക്കെ, 7.5 ഇഞ്ച് ആം ഹോള്, ഓക്കെ, മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. 7 ഇഞ്ച് ഷോൾഡർ, 7.5 ഇഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് അവർക്ക് 42 ഇഞ്ചാണ് ചെസ്റ്റ്, ലൂസില്ലാതെ 42. അപ്പോൾ 4-1 10.4, 2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഞാനൊരു 13.5 മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് തയ്യൽ തുമ്പും 2 ഇഞ്ച് ലൂസും കൊടുക്കണ്ടേ. നിങ്ങൾക്ക് വേണ്ട 1 ഇഞ്ച് നമുക്ക് 2 ഇഞ്ച് ലൂസ് കൊടുക്കണം നൈറ്റിക്ക് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് ശരിക്കും ലൂസില്ലാതെ 42ആണ്. അപ്പോൾ നമ്മളത് 4-1 ആക്കുമ്പോൾ 10.5 വരും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും 2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആകുമ്പോഴേക്കും 13.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേളിൽ നിന്ന് നമ്മളുടെ ഷേപ്പ് എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്യാം. 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വണ്ണം നമ്മൾ 13 ഇഞ്ച് എടുക്കേണ്ടത്. ചെസ്റ്റ് 13.5, വേസ്റ്റ് 13. ഇനി മേളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ലെങ്ത്ത് 42 ഇഞ്ച് എടുക്കുന്നുണ്ട്. ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു XXL വീനെക്കാണ്. ഓക്കെ, വീനെക്കാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതൊരു വീനെക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു നൈറ്റിയാണ്. ഒരു അടിപൊളി. സാധാരണ നെക്ക് നമ്മൾ ഇതുവരെ വീനെക്ക് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. വീഡിയോസിന് നമ്മൾ നേരത്തെ ചുരിദാറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നൈറ്റിക്ക് ആദ്യമായിട്ടാണ് വീനെക്ക് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ ഇവിടെ നമ്മുടെ തുണിയുടെ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിൽ നെക്കൊക്കെ മാർക്ക് ചെയ്തെടുക്കണം. ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം അവിടെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അതിൽ ഫ്രണ്ടും ബാക്കും കൂടി സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഷോൾഡർ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിനും ഒരു പീസ് എടുത്തിട്ട് ബാക്ക് നെക്കിനും തീരുമാനിക്കാം കേട്ടോ. അത് ഇതേതാണെങ്കിലും കുഴപ്പമില്ല. കറക്റ്റാക്കി വെച്ച ശേഷം ഇത് XXL ആയതുകൊണ്ട് 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5.5 അല്ലെങ്കിൽ 6 വീനെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് 5.5 അല്ലെങ്കിൽ 6 ഇഞ്ച് കൊടുക്കുക. നെക്കിന് ഇത്തിരി ഡെപ്ത് കൂട്ടണം വീനെക്ക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇറുകിയ പോലെ തോന്നും. അപ്പോൾ ഒരു 5.5 വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ 6 കൊടുക്കുക, അല്ലെങ്കിൽ 6.25 കൊടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 കൊടുത്തു. 5.5 മാർക്ക് പക്ഷേ ഞാനൊരു 6 കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം 5.5 മാർക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ തയ്ക്കാൻ നേരത്ത് ഒരു 1/2 ഇഞ്ച് കൂടി എടുത്തു. കാരണം അല്ലെങ്കിൽ ഭയങ്കര ഒരു നിമിഷ്ടം പോലെ ഇത്തിരി ഒരു ഓപ്പൺ ഇല്ലാത്ത പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീനെക്കിൽ നൈറ്റി ആദ്യമായിട്ടാണ്. കുർത്തിയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ വീനെക്ക് നമ്മൾ നൈറ്റിക്ക് ആദ്യമായിട്ടാണ് അല്ലേ. അപ്പം നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പലരും ചോദിക്കാറുണ്ട് നൈറ്റീസൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഓർഡേഴ്സൊക്കെ കിട്ടുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തയ്ച്ച് പുറത്ത് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മളത് ഫ്രണ്ട് നെക്ക് കട്ട് മറ്റേത് മാറ്റി വെച്ച ശേഷം ബാക്ക് നെക്കിന് വേണ്ടി നമ്മൾ പീസ് എടുത്തിട്ടുണ്ട്. ശേഷം അത് സെൻറ്ററൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്.
ശേഷം കഴുത്തിൻ്റെ അകലം നമ്മൾ 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ഫ്രണ്ട് നെക്കിന് ഡെപ്ത് 5.5 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനും അതുപോലെ തന്നെ 5.5 തന്നെ മാർക്ക് ചെയ്യട്ടെ. ഡെപ്ത് കൂട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നൈറ്റിയുടെ ഫ്രണ്ട് നമ്മളിങ്ങനെ കയറി പോകുന്ന പോലെ തോന്നും. ബാക്ക് നമ്മൾ ഡെപ്ത് കുറയ്ക്കുമ്പോൾ ഒരേ ലെവലിലെടുത്ത് ആ പ്രശ്നം മാറ്റാൻ പറ്റും. 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം, യു നെക്ക്. ബാക്കിന് യു നെക്കും ഫ്രണ്ടിന് വി നെക്കും. അപ്പോൾ നമ്മളത് യു ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു നെക്കിൽ നമ്മൾ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മളൊരു പീസ് വെച്ചിട്ട് ഉള്ളിലോട്ട് മറിച്ച് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ആ രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് കാണാനാണ് ഏറ്റവും അടിപൊളി ഒരു നൈറ്റിക്ക്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും, അതാണ്. ശേഷം നമുക്ക് കൈക്കുഴി അളക്കാനായിട്ട് ഒരു 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ 12 ഉണ്ട്. 1/2 ഇഞ്ച് കുറച്ചിട്ട് 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെ കൈക്കുഴിയുടെ അവിടെ നമ്മൾ ആ ഒരു കൈക്കുഴി ഷേപ്പ് എത്രയുണ്ട് നോക്കുക. അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 12 വന്നു, ഞാൻ 11.5 എടുത്തു. ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, അവിടെ നമുക്ക് 11.5 നമുക്ക് എവിടെയാണ് വരുന്നത്. ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. തയ്ച്ച് വരുമ്പോൾ 7 ഇഞ്ച് ആവും കേട്ടോ. 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. തയ്ച്ച് വരുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. പിന്നെ ഇതിൻ്റെ അടിവശം അടക്കിയടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ കരഭാഗമാണ് സ്ലീവിന് അടിയിൽ വരുന്നത് കേട്ടോ. ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ 11.5 ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് മേളിൽ നിന്നൊരു 3.5 ഇഞ്ച് ഇറക്കിയിട്ട് ആണ് ഇതേ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് 11.5. അതായത് കൈക്കുഴിയുടെ വണ്ണം. ശേഷം ഈ ഒരു കൈയിൻ്റെ റൗണ്ട് 9.5 ഇഞ്ച്. 11.5 കൈക്കുഴിയുടെ വണ്ണമെങ്കിൽ 2 ഇഞ്ച് കുറച്ചിട്ട് കൈയുടെ റൗണ്ട് എടുക്കും. 9.5 ഇഞ്ച്. ചിലർക്ക് 9 മതിയാവും, ചിലർക്ക് 8.5 മതിയാവും കേട്ടോ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പോയി തയ്ച്ചു കൊടുക്കുമ്പോൾ സേഫ് ആയിട്ട് ഇരിക്കാൻ ഇതാണ് ബെസ്റ്റ്. കുറച്ച് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പണി പാടും. പക്ഷെ ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി അവർക്ക് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. ശേഷം നമുക്ക് കുറച്ച് ഭാഗത്തെ സൈഡിൽ കട്ട് ചെയ്തൊരു പീസ് നമുക്ക് ഇത്രയുണ്ട്. അതിലൊരു 2 ലെയർ എടുക്കുന്നുണ്ട്. 2 ലെയർ എടുത്ത ശേഷം നമുക്ക് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ക്രോസ് പീസ് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 1.5 ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിനി ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ആ സൈഡിൽ നിന്ന് ഒപ്പം വെക്കുക. എന്നിട്ട് നേരെ കട്ട് ചെയ്തെടുക്കുക. സൈഡ് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് 2 ഇഞ്ച് വീതിക്കുള്ള തുണിയാണ് എടുക്കുക കേട്ടോ. 2 ഇഞ്ച് വീതിയുള്ള തുണിയാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് നീളത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് 2 ഇഞ്ച് വീതിയും കുറച്ച് നീളമുള്ള തുണി ആയിരിക്കണം കേട്ടോ.
സ്ട്രെയിറ്റ് ആയിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് 2 ഇഞ്ച് വീതിയുള്ള തുണി എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ടും ബാക്ക് നെക്ക് ചെയ്യാനായിട്ടും നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്കിനി എന്താ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു വീനെക്കിൽ ചെയ്യാനാണ് ഇത് ശരിക്കും വരുന്നത് കേട്ടോ. ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരും, തയ്ച്ച് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടിയിൽ ഞൊറി വെക്കാനായിട്ട് നമ്മൾ 42 ഇഞ്ച് ലെങ്ത്ത് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ അടിവീലുള്ള തുണിയാണ് ഇത്. മൊത്തം ഒരു 15 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ. 15 ഇഞ്ച് ലെങ്ത്ത് ആണെങ്കിൽ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 ലെയർ തുണി കിട്ടും. ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാതെ ഇത് അടിയിൽ പടി വെച്ച് പ്ലീറ്റ് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. സെൻറ്ററിൽ വരച്ച ശേഷം കട്ട് ചെയ്തെടുക്കേണ്ട. അപ്പം 4 പീസ് തുണിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് അടിയിൽ പ്ലീറ്റ് വെച്ച് ചെയ്യുമ്പോൾ 48 ഇഞ്ച് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു നൈറ്റി. എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഇഷ്ടമായി. സ്ലീവ് ലെങ്ത്ത് 7 ഇഞ്ച് ഉണ്ട് കേട്ടോ. 7.5 ആയിരുന്നു, പക്ഷേ തയ്യൽ തുമ്പ് പോയിട്ട് 7 ഇഞ്ച് സ്ലീവ് ലെങ്ത്ത്. അടിയിൽ ഞൊറിയൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവർ വേഗം തന്നെ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ, കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്റ്റിച്ചിങ് വീഡിയോ വേഗം ഇടുന്നതായിരിക്കും. താങ്ക്